കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. എന്നോടും നിൻ്റെ ജനത്തോടും കൃപ ഉണ്ട് എന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും എൻ്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവർ ആയിരിക്കും. ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ്. ഈ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ആ വാക്കിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നോടും നിൻ്റെ ജനത്തോടും കൃപ ഉണ്ട് എന്നുള്ളത്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ട് എന്നുള്ളതിനകത്ത് രണ്ട് കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കുന്നത്. മോശ പറയുന്നതാണ് എന്നോടും നിൻ്റെ ജനത്തോടും, അല്ലേ? അപ്പം മോശ പറയുന്ന വാചകമാണ് ആ വാക്ക്. അതിൻ്റെ താഴത്ത് നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നു, നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ. അപ്പം നിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ നമ്മോടൊപ്പം ഉണ്ട് എന്നതിൻ്റെ തെളിവ്, അതിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെ ഉണ്ടായിരുന്നാലും എന്തൊക്കെ ഇല്ലാതിരുന്നാലും ദൈവം നമ്മോടുകൂടെ ഇല്ലെങ്കിൽ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് മാറിപ്പോയ, നമ്മൾ സ്നേഹിക്കുന്നവരോ നമുക്ക് പ്രിയപ്പെട്ടവരോ ആയ വ്യക്തികൾ നമ്മളിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അതിനെ പ്രതി നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ആകുലപ്പെടാറുണ്ട്, വ്യാകുലപ്പെടാറുണ്ട്. എന്നാൽ ദൈവസാന്നിധ്യം നമ്മോടുകൂടെ ഇല്ല, ഇല്ലെങ്കിൽ ദൈവസാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. എത്ര പേരെ പ്രയാസപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലത്തിൽ, ഇന്നത്തെ ആത്മീയ മേഖലയിൽ നമ്മൾ ചിന്തിച്ചാൽ അത് മനസ്സിലാക്കുന്നവരും ചുരുക്കമാണ്, അല്ലേ? പലർക്കും ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് ഇന്നത്തെ സംഭവങ്ങൾ വഴിമാറുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെയാണ് പഴയ നിയമ കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ ഒരു എൻട്രൻസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഭാഗമാണ് ഇസ്രായേൽ ജനത്തിന് മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാട്, അല്ലേ? ആ പുറപ്പാടിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ നായകനായ മോശ പറയുകയാണ്, നീ ഞങ്ങളോട് കൂടെ വന്നേ ഒക്കത്തുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ പ്രയാണങ്ങളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ എപ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കും, കർത്താവേ നീ ഞങ്ങളോടൊപ്പം വരണം, ഇല്ലെങ്കിൽ നീ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായിരിക്കും. ഈ 16-ാം വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഏതിനാൽ ഞാൻ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലേ. അങ്ങനെ ഞാനും നിൻ്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളെക്കാളും വിശേഷതയുള്ളവരായിരിക്കും. നമ്മൾ ദൈവമക്കളെ വിശേഷതയുള്ളവരാകണമെങ്കിൽ കർത്താവ് നമ്മളോടൊപ്പം വന്നേ മറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകും. നമ്മൾ മറ്റുള്ളവരെക്കാൾ വിശേഷതയുള്ളവരായി മാറുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, കർത്താവേ നിൻ്റെ സാന്നിധ്യം നീ ഞങ്ങളോടൊപ്പം വരണം. പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്ന് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. കർത്താവെ, സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ പ്രയാണങ്ങളിൽ, ഞങ്ങളുടെ ആത്മീക ഭൗതിക ജീവിതത്തിൽ കർത്താവെ നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.